crochet. ഇന്നത്തെ നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു സോഫയുടെ ഷേപ്പിലുള്ള ടിഷ്യൂ ബോക്സിന്റെ കവറാണ്. ഈ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ടിഷ്യൂ ബോക്സ് കവറാണ്. നെക്സ്റ്റ് പാർട്ടിലായിരിക്കും ഇതിനൊരു സോഫ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ടിഷ്യൂ ബോക്സ് കവറിന് വേണ്ടി ഞാനിവിടെ 4 പ്ലൈ കോട്ടൺ യാണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് യാണും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്ലിപ്പ് നോട്ട് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ചെയിൻസ് ചെയ്യാം. ചെയിൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലെങ്ത് പ്ലസ് ഒരു 1 ചെയിൻ ആണ്. ഒരു ചെയിൻ എക്സ്ട്രാ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് നമ്മുടെ റിട്ടേണിങ് ചെയിൻ ആയിരിക്കും. ഇനി നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷ്യ റൗണ്ട് ആണ്. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഇൻസേർട്ട് ഹുക്കിലുണ്ടാവും 2 ലൂപ്പ്. 2 ലൂപ്പിൽ കൂടെ പുറത്തെടുക്കാം. വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലാസ്റ്റും ഫസ്റ്റും ചെയിൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന റൗണ്ട് ആയിരിക്കും നമ്മുടെ റിപ്പീറ്റേഷൻ. നമുക്ക് എത്ര ലെങ്ത് വേണം, ഇതിന് ചുറ്റും നമ്മുടെ ടിഷ്യൂ ബോക്സിന് ചുറ്റും എത്താൻ പാകത്തിന് എത്ര റൗണ്ട്സ് വേണം, എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ചുള്ള റൗണ്ട്സ് നമ്മൾ ചെയ്യേണ്ടതാണ്. ചെയിൻ 1 വർക്കിനെ ടേൺ ചെയ്ത് ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നതെല്ലാം ബാക്ക് ലൂപ്സിൽ കൂടെ മാത്രമായിരിക്കും. 2 ലൂപ്പുള്ളിൽ ബാക്കിലുള്ള ലൂപ്പിൽ കൂടെ മാത്രമായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ചെയിൻ 1 സിംഗിൾ ക്രോഷ്യ, ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ. വീണ്ടും ചെയിൻ 1 വർക്കിനെ ടേൺ ചെയ്ത് വീണ്ടും ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. ഈ രീതിയിൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ടിഷ്യൂ ബോക്സിന്റെ ടോട്ടൽ ലെങ്ത് അത്രയും വരെ ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ചുറ്റും വയ്ക്കാൻ പാകത്തിന് നമ്മൾ ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് മുകളിൽ എങ്ങനെയാണ് ഈ ടോപ്പ് പോർഷനിലേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ടോപ്പ് പോർഷനും നമ്മൾ സെയിം അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ചെയിൻസ് ചെയ്യാം. താഴെ ചെയ്ത പോലെ, താഴെ നമ്മൾ സൈഡ്സിന് വേണ്ടി ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയിൻ, ഇവിടെ നമ്മൾ മുകളിലെ പോർഷനിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്, സിംഗിൾ ക്രോഷ്യ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2 ചെയിൻസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഈ 2 ചെയിൻസ് നമ്മുടെ റിട്ടേണിങ് ചെയിൻ ആയിരിക്കും. യാൺ ഓവർ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ. ചെയിൻ 2 വർക്കിനെ ടേൺ ചെയ്ത് വീണ്ടും നമ്മൾ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഫസ്റ്റും ലാസ്റ്റും സ്റ്റിച്ചുകൾ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ലെങ്ത് വരെ ചെയ്യുന്നതാണ്. അതായത് ഈ ഒരു പോർഷൻ, നമ്മുടെ കട്ടിംഗ് ഉള്ള പോർഷൻ എത്തണ വരെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്യുന്നത്. നമുക്കിവിടെ ഈ ഒരു കട്ടിംഗ് സ്പേസ് വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ പാറ്റേൺ.
ഞാനിവിടെ കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ സെയിം കളർ വെച്ച് ചെയ്യണമെങ്കിൽ സെയിം കളർ വെച്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. കളർ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനെ 2 പോർഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇടയ്ക്കുള്ള 2 സ്റ്റിച്ച് നമ്മൾ വർക്ക് ചെയ്യില്ല. അപ്പം നിങ്ങളുടെ പാറ്റേണിൽ നമ്പർ ഓഫ് സ്റ്റിച്ചസ് എത്രയാണെന്ന് നോക്കുക. ഈവൻ നമ്പർ ഓഫ് സ്റ്റിച്ചസ് ആണെങ്കിൽ 2 സ്റ്റിച്ച് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്താൽ മതി. ഓഡ് നമ്പർ ഓഫ് സ്റ്റിച്ചസ് ആണെങ്കിൽ 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ 2 സൈഡിലും നമുക്ക് ഈക്വൽ ആയിട്ടുള്ള സ്റ്റിച്ചസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം എനിക്കിപ്പോൾ ഇവിടെ 22 സ്റ്റിച്ചസ് ഉണ്ട്. അപ്പം ഞാൻ ഒരു 10 സ്റ്റിച്ചസ് മുന്നോട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ 22ൻ്റെ ഹാഫ് 11 ആണ്. അപ്പം ഞാനവിടെ 10 സ്റ്റിച്ചസ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ചെയിൻ 2 വർക്കിനെ ടേൺ ചെയ്ത് ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പാറ്റേൺ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 2 3 ഇപ്പോൾ ഇവിടെ 10 സ്റ്റിച്ചസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് നമ്മൾ തൽക്കാലം വർക്ക് ചെയ്യുന്നില്ല. ഇനി ചെയിൻ 2 ചെയ്ത് വർക്കിനെ ടേൺ ചെയ്യും. വീണ്ടും ഈ രീതിയിൽ വർക്ക് ചെയ്ത് നമ്മൾ മറ്റേ അറ്റം എത്തണ വരെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യേസ് നമ്മളിപ്പോൾ ഇവിടെ വരെ ടോട്ടൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോർഷൻ എത്തുന്ന വരെ നമ്മൾ ഒരു സൈഡ് മാത്രം വർക്ക് ചെയ്താണ് പോകുന്നത്. അത് കഴിഞ്ഞ് നോക്കാം നമുക്ക് മറ്റേ സൈഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ വെച്ച് നമ്മൾ യാണിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്ത് യാണിനെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് തൊട്ടുള്ള ബാക്കി പോർഷനാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ വർക്ക് ചെയ്ത് അത് തന്നെ നമ്മൾ ഇപ്പുറത്തും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 10 സ്റ്റിച്ചസ് ആണ് വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെയും 10 സ്റ്റിച്ചസ്. ഇവിടെ എത്ര സ്റ്റിച്ചസ് വർക്ക് ചെയ്യണോ അത്രയും തന്നെയാണ് ഇപ്പുറത്തോട്ടും വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യാണിനെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഇവിടുന്ന് 10 സ്റ്റിച്ചസ് വരാൻ പാകത്തിന്. ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് 2 സ്റ്റിച്ചാണ് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്ത് ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് ഫസ്റ്റ് ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല, അത് റിട്ടേണിങ് ചെയിൻ ആയിട്ടാണ് എടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് ഏത് ലൈനാണ് റോ ആണോ വന്നേക്കുന്നത് അത് തന്നെ ആയിരിക്കണം ഈ സൈഡിലും നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ബാക്ക് ലൂപ്സിലാണ് വന്നേക്കുന്നത്, അതുപോലെ തന്നെ ആയിരിക്കണം ഇവിടെയും. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഫ്രണ്ട് ലൂപ്പാണ് വന്നേക്കുന്നതെങ്കിൽ ഇപ്പുറത്തും ഫ്രണ്ട് ലൂപ്പ് തന്നെ ആയിരിക്കണം. അപ്പം അതിനനുസരിച്ച് ഏത് സൈഡാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലാസ്റ്റ് റൗണ്ടായി കംപ്ലീറ്റ് ആയി. ഇപ്പം നമ്മുടെ ഓപ്പണിംഗ് പോർഷൻ വർക്കൗട്ടായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു റൗണ്ട് ജോയിനിങ് ചെയ്യാനാണ് ഇനി പോകുന്നത്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റം വരെ വർക്ക് ചെയ്യും. ഇടയ്ക്ക് 2 ചെയിൻസ് ഇട്ട് കൊടുക്കണം, കാരണം നമ്മളിവിടെ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്തത്. ചെയിൻ 2
വർക്കിനെ ടേൺ ചെയ്ത് വീണ്ടും ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെ നമ്മൾ ജോയിൻ ചെയ്യാനാണ് ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഇടയ്ക്ക് 2 സ്റ്റിച്ച് നിങ്ങൾ എത്ര സ്റ്റിച്ചസ് ആണോ സ്കിപ്പ് ചെയ്ത് അത്രയും ചെയിൻസ് ഇട്ട് കൊടുക്കണം. എന്നാലും നമ്മുടെ ആ ഒരു ലാസ്റ്റിൽ നമ്പർ ഓഫ് സ്റ്റിച്ചസ് കറക്റ്റ് ആവുള്ളൂ. ചെയിൻ 2. ഇനി നമ്മൾ നെക്സ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞ് ബാക്കി സ്റ്റിച്ചസും ബ്രൗൺസും ഇതുപോലെ തന്നെ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് എൻഡ് വരെ ബോക്സിൻ്റെ എൻഡ് വരെ എത്തിക്കാം. നമ്മൾ നമ്മുടെ ടിഷ്യൂ ബോക്സ് സോഫ കവറിനുള്ള 2 പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒന്ന് ജോയിൻ ചെയ്ത് ഫിനിഷ് ഓഫ് ചെയ്യാനായിട്ട് എല്ലാ സൈഡ്സും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ആദ്യം തന്നെ നമ്മൾ ആ സൈഡ്സിന് വേണ്ടി ചെയ്ത ആ പോർഷനിൽ അപ്പോൾ നമ്മൾ ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടോപ്പ് പോർഷനും ഇതും കൂടിയാണ് ഇനി സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇതിനെ ജോയിൻ ചെയ്ത് പോകാം. 4 സൈഡ്സും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് പോകാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡ്സും 4 സൈഡ്സും സ്റ്റിച്ച് ചെയ്ത് ഇതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ബോക്സ് കവറായിട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്ത ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിഷ്യൂ ബോക്സ് കവറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ ടിഷ്യൂ ബോക്സ് കവറിന് ഒരു സോഫയുടെ ലുക്ക് കൊടുക്കാൻ പോകുന്നതെന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.